ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ ഗുണ്ടകൾ അരുൺ പറഞ്ഞത് പ്രകാരം സുധീഷിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. സുധീഷിനെ ബലമായി വണ്ടിയിൽ കയറ്റി അവർ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്നെ വിട്, എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ച് സുധീഷ് ബഹളം വെക്കുകയാണ്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുഭാഷ് ഏട്ടനും ഹരീഷും ഒക്കെ ഉടനെ ഇവിടെ എത്തുമല്ലോ, ഇവരെന്നെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണല്ലോ. അങ്ങനെ സുധീഷ് ബഹളം വെക്കുമ്പോൾ ആ ഗുണ്ടകൾ സുധീഷിന്റെ കൈ കെട്ടുകയും വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയുമാണ്. സുധീഷിനെ ഗുണ്ടകൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ബൈക്കിൽ സുഭാഷും ഹരീഷും നികേഷും വരുന്നത്. ഈ സമയമെല്ലാം ടെൻഷനോടുകൂടി സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിധി. ഒരു വളവെത്തുമ്പോൾ ഹരീഷിന്റെ ബൈക്കിൽ ഇടിക്കുകയാണ് സുധീഷിനെ കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ വണ്ടി. ബൈക്ക് മറിഞ്ഞ് ഹരീഷ് താഴേക്ക് വീഴുന്നു. ആ ഗുണ്ടകൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുന്നു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നതെന്ന് സുഭാഷ് ഉറക്കെ ചോദിക്കുമ്പോൾ ഹരീഷ് ഏട്ടാന്ന് വിളിച്ച അരികിലേക്ക് ഓടിച്ചെന്ന് ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് നികേഷ്. ഹരീഷ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോടോ എന്ന് ചോദിച്ച് ടെൻഷനോടുകൂടി സുഭാഷു അരികിലേക്ക് ചെല്ലുന്നു. ആ ഗുണ്ട വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ മറ്റൊരാൾ പറയുന്നു, നീ എവിടെ പോവാ? അവൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ, അവനൊരു കുഴപ്പമില്ല, വണ്ടി എടുക്ക്. ഹരീഷിന്റെ കയ്യിൽ നിന്നും ചോര വരുന്നത് കണ്ട് ദേഷ്യത്തോടുകൂടി ആ ഗുണ്ടയുടെ അരികിലേക്ക് വരികയാണ് സുഭാഷ്. അയാളും ദേഷ്യത്തോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ഇതൊന്നും അറിയാതെ തളർന്നിരിക്കുകയാണ് സുധീഷ്. ആ ഗുണ്ടയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു, എന്ത് സ്പീഡിലാണോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് താൻ? അയാൾ പറയുകയാണ്, എന്റെ വണ്ടി പബ്ലിക് റോഡ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടിക്കും, നീ ആരാടാ ചോദിക്കാൻ? വളരെ ദേഷ്യത്തോടുകൂടി സുഭാഷ് പറയുന്നു, ദേ മര്യാദ സംസാരിക്കണം. ഹരീഷും നികേഷും അരികിലേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, കണ്ടില്ലടാ അവന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നത്, ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കുന്നത്? പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സുധീഷ് കാണുകയാണ് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും. സുധീഷ് അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാരണം ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സുഭാഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുകയാണ്, സുഭാഷിന്റെ വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം, നമ്മുടെ മുന്നിൽ സമയമില്ല. അങ്ങനെ സുഭാഷിനെയും കൂട്ടി ഹരീഷും നികേഷും ബൈക്ക് എടുക്കാനായി പോകുമ്പോൾ ആ ഗുണ്ടകൾ വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുകയാണ്. പിൻ സീറ്റിലേക്ക് കയറാനായി തുടങ്ങിയ ഒരാളെ ചവിട്ടി താഴെ ഇടുകയാണ് സുധീഷ്. ശേഷം പുറത്തേക്ക് നോക്കി നികേഷ് എന്ന് ഉറക്ക വിളിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. പിന്നാലെ പോകുന്ന നികേഷ് തിരിഞ്ഞു നോക്കുകയാണ്. എന്താണ് നിനക്ക് വേണ്ടത്? കേരള അകത്തേക്കെന്ന് പറഞ്ഞ് ആ ഗുണ്ട സുധീഷിനെ തള്ളി വണ്ടിയിലേക്ക് ആക്കിയിട്ട് വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് തിരിഞ്ഞു നോക്കി വീണ്ടും നികേഷിനെ വിളിക്കാനായി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് സുധീഷിനെ കാണുന്ന നികേഷ് ഞെട്ടി ഉറക്ക പറയുന്നു, സുഭാഷേട്ടാ, ഹരീഷേട്ടാ, ദേ സുധീഷേട്ടൻ. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന സുഭാഷും ഹരീഷും സുധീഷിനെ കാണുകയാണ്. എടാ വണ്ടി നിർത്തടാന്ന് പറഞ്ഞ് അവർ ബൈക്കിലേക്ക് കയറുകയാണ്. ശേഷം ബൈക്കിൽ സുധീഷിനെ കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ വണ്ടിയുടെ പിന്നാലെ പോവുകയാണ് അവർ. സുധീഷ് തിരികെ അവരെ നോക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ബൈക്കിൽ വരുന്ന അവർ പറയുന്നു, എടാ വണ്ടി നിർത്തടാ. നിർത്താനാ പറഞ്ഞത്. അപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ പറയുകയാണ്, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, പെട്ടെന്ന് പോടാ. തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, വാടാ ഹരീഷേ, സുഭാഷേട്ടാ, നികേഷേ വാടാ. ഹരീഷ് ഉറക്കെ പറയുകയാണ്, വണ്ടി നിർത്തടാ, നിർത്താനാടാ പറഞ്ഞത്. നികേഷ് ഉറക്കെ സുധീഷേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു, ഇവരെന്തിനാ നമ്മുടെ പിന്നാലെ വരുന്നത്? വണ്ടി തട്ടിയെങ്കിലും അവനൊന്നും പറ്റിയില്ലല്ലോ. ഈ സമയം വണ്ടി നിർത്തടാന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ വരികയാണ് സുഭാഷും ഹരീഷും. അവർ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ബൈക്ക് മുന്നിലേക്ക് നിർത്തുകയാണ്. ദേഷ്യത്തോടുകൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗുണ്ടകൾ. ഹരീഷും സുഭാഷും ആ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുകയാണ്. ഈ സമയം സുധീഷിനെ വണ്ടിയിൽ നിന്ന് ഇറക്കാനായി ശ്രമിക്കുകയാണ് നികേഷ് ഡോർ തുറന്ന് സുധീഷിനെ ഇറക്കാനായി ശ്രമിക്കുമ്പോൾ ഒരു ഗുണ്ട വന്ന് നികേഷിനെ തള്ളി മാറ്റുകയാണ്. ഇത് കണ്ട് അയാളെ തല്ലുകയാണ് സുഭാഷ്. ഈ സമയം വണ്ടിയിലേക്ക് കയറിയ നികേഷ് സുധീഷ് ഏട്ടാന്ന് വിളിച്ച് കയ്യിലെ കെട്ടഴിക്കുകയും വായിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റുകയുമാണ്. ശേഷം വാ സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെയും കൂട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. സുധീഷ്, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി വരികയാണ് ഹരീഷും സുഭാഷും. ആ ഗുണ്ടകൾ എല്ലാവരും അവരുടെ നേരെ വരുമ്പോൾ അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. ഒപ്പം നികേഷും കൂടുന്നു. ആ ഗുണ്ടയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു, എവിടേക്കാടാ നീ ഓടാൻ ശ്രമിക്കുന്നത്? ഈ സമയം മറ്റു ഗുണ്ടകൾ എല്ലാവരും അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, എന്തിനാടാ സുധീഷേട്ടനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്? പറയടാ, സത്യം പറയടാ, സത്യം പറയടാ എന്ന് പറഞ്ഞ് ഹരീഷും സുഭാഷും അയാളെ തല്ലുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ, ഹരീഷേ നിർത്ത്. എടാ, എന്തിനാടാ നീ എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചോണ്ട് പോയത്? ഞാൻ ആ വഴി വരുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അത്രയും പണവും സ്വർണവുമായിട്ടാണ് വരുന്നതെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? നിന്നെ ആരാ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? പറയടാന്ന് പറഞ്ഞ് സുധീഷ് തല്ലാനായി തുടങ്ങുമ്പോൾ അയാൾ പറയുന്നു, വേണ്ട, ഞാൻ പറയാം. സ്വർണവും പണവും മോഷ്ടിക്കാൻ പറഞ്ഞതും നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞതും ആരാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടുകൂടി അയാളെ നോക്കുകയാണ് സുധീഷും സുഭാഷും ഹരീഷും നികേഷും. അയാൾ ഭയത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ അടുക്കളയിലേക്ക് വന്ന ഹേമ പറയുന്നു, സാന്ദ്രേ, നല്ല തലവേദനയുണ്ട്, എനിക്കൊരു കോഫി ഉണ്ടാക്കിത്താ. ശരി അമ്മയെന്ന് പറഞ്ഞ് സാന്ദ്ര കോഫി ഉണ്ടാക്കാനായി തുടങ്ങുമ്പോൾ ഹേമ പുറത്തേക്ക് പോവുകയാണ്. പാലും പത്രവും എടുക്കുന്ന ഹേമ കാണുകയാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന സുധീഷിനെ. മുഖം വ്യക്തമായി കാണുന്നില്ല. ഹേമ ചോദിക്കുന്നു, ആരാ അതിരാവിലെ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാ? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? സുധീഷ് തിരിഞ്ഞ് ഹേമയെ നോക്കുമ്പോൾ ഞെട്ടി നെഞ്ചത്ത് കൈവച്ച് രാജീവേട്ടാന്ന് വിളിച്ച് അകത്തേക്ക് ഓടി പോവുകയാണ് ഹേമ. കോഫിയുമായി സാന്ദ്ര ഹാളിലേക്ക് വരുമ്പോൾ ഭയത്തോടുകൂടി ഓടി വരുന്ന ഹേമ സാന്ദ്രയുടെ കയ്യിൽ തട്ടുകയാണ്. കോഫി കപ്പ് താഴേക്ക് വീണ് പൊട്ടുന്നു. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ ഭയം
ഓടുന്നതെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹേമ പറയുന്നു അവിടെ എന്താന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കാണ് അരുൺ എവിടെ പോയി അരുണിനെ വിളിച്ചോണ്ട് വാ. ഇത് കേട്ട് അരുണേട്ടാന്ന് വിളിച്ച് സാന്ദ്ര അകത്തേക്ക് ഓടി പോവുകയാണ്. രാജീവേട്ടാന്ന് വിളിച്ച് ഹേമ റൂമിലേക്ക് ഓടിപ്പോകുന്നു. അരികിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു എന്താ ഹേമേ എന്തിനാ രാവിലെ കടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പോൾ ഹേമ പറയുകയാണ് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്ക് പെട്ടെന്ന് വാ. ബഹളം കേട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് നിധി. അരുണിനെയും കൂട്ടി സാന്ദ്രയും ഹോളിലേക്ക് വരുന്നു. പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹേമ പറയുന്നു നോക്ക് അങ്ങോട്ട് നോക്ക്. അകത്തേക്ക് കയറി വരുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും രാജീവും ഹേമയും അരുണും സാന്ദ്രയും എല്ലാം. സുധീഷ് ഹോളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സുധീഷ് എന്ന് വിളിച്ച നിധി അരികിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് മുന്നിലേക്ക് കയറി നിന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ച അരുൺ ചോദിക്കുന്നു എടാ ഞങ്ങളുടെ സ്വർണവും പണവും എല്ലാം എടുത്തിട്ട് എവിടെ കട ഓടിപ്പോയത് പറയടാ. ടെൻഷനോടുകൂടി തലയിൽ കൈവച്ച രാജീവ് മനസ്സിൽ പറയുന്നു ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്. സുധീഷ് ദേഷ്യത്തോടുകൂടി അരുണിനെ നോക്കുകയാണ്. പറയടാ സത്യം പറയടാ എന്ന് പറഞ്ഞ് അരുൺ ദേഷ്യത്തോടുകൂടി ഷട്ടിൽ കുത്തിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് വന്ന് രാജീവ് പറയുന്നു അരുണെ വിടാനാ പറഞ്ഞത്. വന്ന ഉടനെ ഷട്ടിൽ കയറി പിടിക്കുകയാണോ. സുധീഷ് പണം എടുത്തിരുന്നെങ്കിൽ സുധീഷ് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒന്ന് ക്ഷമിക്കുന്നേ. സുധീഷ് ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴേ അറിയില്ലേ മറ്റെന്തോ ആണ് നടന്നതെന്ന്. സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും കാണില്ലടാ. നമുക്ക് സുധീഷിനോട് ചോദിക്കാം. നീ ധൃതി പിടിക്കാതെ. സുധീഷ് ഇന്നലെ വരാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭയന്നുപോയി. ഇപ്പൊ സുധീഷ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. എന്ത് സംഭവിച്ചു സുധീഷെ. നിധി ചോദിക്കുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ സുധീഷിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് എന്ന് വന്നത്. എത്ര തവണ ഞാൻ വിളിച്ചു. എവിടെ എന്താണെന്ന് അറിയിച്ചുവിടായിരുന്നോ. എന്താ ഇയാൾക്ക് പറ്റിയത്. ആ പടവും സ്വർണവും നിങ്ങൾ എടുത്തു എന്നാ ഇവര് പറയുന്നത്. അത് ശരിയാണോ. അത് നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ അല്ലേ. ഇല്ലാതെ സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് പിന്നെന്താ ഇന്നലെ വരാഞ്ഞത്. സുധീഷ് പണവുമായി കടന്നു കളഞ്ഞതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി. ഒരു ഫോൺ വിളിച്ച് എവിടെ ഉണ്ടെന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എന്താ. സുധീഷ് എവിടാ പോയത്. അപ്പൊ സുധീഷ് പറയുന്നു ഇവിടെ നിന്ന് ഞാൻ പോയതിനു ശേഷം ഒരാള് എന്റെ വണ്ടിക്ക് കൈ കാണിച്ചു. ആക്സിഡന്റ് നടന്നതുപോലെ എനിക്ക് തോന്നി. അയാൾ സഹായം ചോദിച്ചപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി കാര്യം അന്വേഷിച്ചു. പെട്ടെന്ന് എവിടുന്നോ കുറച്ച് ആൾക്കാർ വന്ന് എന്നെ അടിച്ചിട്ട് കാറിലിരുന്ന സ്വർണവും പണവും ഉള്ള ബാഗ് എടുത്തോണ്ട് പോയി. ഞാൻ അവരെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ബാഗ് എടുത്തോണ്ട് അവർ ഓടിപ്പോയി. എന്നെയും വളച്ചു പിടിച്ച് അവര് വണ്ടിയിൽ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. എനിക്ക് എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. എന്തിനാണ് അവരെന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിക്കൊണ്ടു പോയത്. എന്നെ എന്തിനാണ് അവര് കെട്ടിയിട്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അവരെന്തിനു വേണ്ടിയാണ് എന്നെ തട്ടിക്കൊണ്ടു വന്നത് എന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അവർ അർദ്ധരാത്രി എന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്. നെഞ്ചത്ത് കൈവച്ച് രാജീവ് മനസ്സിൽ പറയുന്നു സമാധാനം. ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. സുധീഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ അരുണിനെ നോക്കുമ്പോൾ അവർ ടെൻഷനോടുകൂടി കുനിഞ്ഞു നിൽക്കുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന്. അങ്ങനെയുള്ള ഒരാളല്ല സുധീഷ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ സുധീഷിനെ പറ്റി പറഞ്ഞത്. ദേ ഇപ്പൊ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്. ഇത് കേട്ട് രാജീവ് പറയുകയാണ് മോളെ നിധി അത് വിട്. ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിരിക്കുക സുധീഷ്. ഒരുപാട് തല്ലിയെന്നാ തോന്നുന്നത് അവര്. സാന്ദ്രെ സുധീഷിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. മോളെ സുധീഷിനെ അവിടെ ഇരുത്ത്. ഇത് കേട്ട് നിധി സുധീഷിന്റെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ്. സാന്ദ്ര വെള്ളവുമായി വരുമ്പോൾ വെള്ളം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നിധി ചോദിക്കുന്നു അവർ ഒരുപാട് അടിച്ചോ. ഇല്ല കുഴപ്പമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ദാ വെള്ളം കുടിക്ക്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് അരുണിനെയും രാജീവിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. അരുൺ പറയുന്നു നിധി അവൻ പറയുന്നതെല്ലാം കള്ളവാ. അവൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ. റൈഡുകൾ വന്നു അവര് ബാഗ് എടുത്തോണ്ട് ഓടിപ്പോയി. കുറച്ചുപേർ അവനെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കഥയാണോ. ഇവൻ കള്ളം പറയുകയാണ് നിധി. സ്വർണവും പണവും എല്ലാം ഇവൻ തന്നെ എടുത്തിട്ട് നമ്മളോട് ആരോ മോഷ്ടിച്ചതാണെന്നാ കള്ളം പറയുക. രാജീവ് മനസ്സിൽ പറയുന്നു കഴുത ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്. ഇവന്റെ ധൃതി കാരണം പിടിക്കപ്പെടുമെന്നാ തോന്നുന്നത്. രാജീവ് ചോദിക്കുന്നു എടാ അരുണെ നീ ഒന്ന് ക്ഷമിക്ക്. സുധീഷ് എന്തിനാ കള്ളം പറയുന്നത്. സുധീഷ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. അപ്പൊ തന്നെ അറിയില്ലേ സുധീഷിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന്. സുധീഷ് പറയട്ടെ നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്. ദേഷ്യത്തോടുകൂടി അരുൺ ചോദിക്കുന്നു അച്ഛാ ഇവനെ കണ്ട ഉടൻ അച്ഛന്റെ സ്വഭാവം മാറിയല്ലോ. രാജീവ് ടെൻഷനോടുകൂടി മനസ്സിൽ പറയുകയാണ് ഇവൻ എന്താ ഒന്ന് മനസ്സിലാക്കാതെ. അപ്പോൾ അരുൺ പറയുകയാണ് റൗഡികൾ വന്നു മോഷ്ടിച്ചോണ്ട് പോയി എന്നൊക്കെയാണല്ലോ ഇവൻ പറയുന്നത്. എന്നിട്ട് ഇവൻ മാത്രം എങ്ങനെ തിരിച്ചു വന്നത്. ആ സ്വർണവും പണവും ഒക്കെ എവിടെ. തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞവന് ആ പണവും സ്വർണവും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. ഈ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചാ. സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചിട്ട് വന്ന് കഥ പറയുകയാണ്. അവനെ ഹോൾഡ് എടുത്ത് സംസാരിക്കുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി പറയുകയാണ് അരുണേട്ടാ ഞാൻ ഇത്രയും നേരം മര്യാദയ്ക്കാ സംസാരിച്ചത്. ഇന്നലെ മുതൽ നിങ്ങൾ ഒരുപാട് ഓവറായിട്ടാ സംസാരിക്കുന്നത്. മോഷ്ടിച്ചു സുധീഷ് കള്ളനാ. സുധീഷിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം കള്ളന്മാരാ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ. ദേ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്. ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞ് ഈസി ആയിട്ട് സുധീഷിന്റെ മേലെ പഴി ചാരണ്ട. ഇത് കേട്ട് അരുൺ പറയുകയാണ് ഞാൻ വിട്ടേക്കാം. പക്ഷെ അവൻ പറയട്ടെ ആ സ്വർണവും പണവും എവിടെയെന്ന്. അപ്പോഴേ ഞാൻ ഇത് ഇവിടെ വിട്ടേക്കാം. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് പറയുകയാണ് ഇപ്പൊ എന്താ നിങ്ങൾ എന്റെ കയ്യിൽ തന്നുവിട്ട സ്വർണവും പണവും എവിടെയാണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി നിൽക്കുകയാണ്. അരുണിന്റെ അരികിലേക്ക് വിളിച്ച രാജീവ് പറയുന്നു എടാ വിവരം കെട്ടവനെ അവൻ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുക. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഇത്ര ധൈര്യത്തോടു കൂടി ഇവിടെ കയറി വന്നിരിക്കുമോ. അവന് നമ്മളാണ് ഇതെല്ലാം ചെയ്തതെന്നാ മനസ്സിലായിട്ടില്ല. നീ വെറുതെ സംസാരിച്ച സംശയം ഉണ്ടാക്കരുത്. ഒന്ന് ക്ഷമിക്കുന്നേ. ഈ സമയം
സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് സുധീഷ്. അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. സുധീഷും നികേഷും ദേഷ്യത്തോടുകൂടി രാജീവിനെ അരുണിനെ നോക്കുന്നുണ്ട്. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എങ്ങനെ ഇവിടെ? നികേഷ് എന്താടാ? അപ്പൊ സുധീഷ് ചോദിക്കണ, നിധി സീനിൽ ഇവരെങ്ങനെ വന്നെന്നാണോ ആലോചിക്കുന്നത്? പറയാം, ഞാൻ തന്നെ അതും പറയാം. എന്നെ അവര് തട്ടിക്കൊണ്ടുപോയപ്പോൾ അവരുടെ കണ്ണുവെട്ടിച്ച് ഞാൻ കഷ്ടപ്പെട്ട് സുഭാഷേട്ടന്റെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അറിയാവുന്ന രീതിയിൽ അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. അവരുടെ ആൾക്കാർ ഞാൻ സംസാരിച്ചത് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. എന്നെ ഉടനെ തന്നെ ആ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. എല്ലാം അവസാനിച്ചത് ഞാൻ വിചാരിച്ചു. അവരെന്നെ വണ്ടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഹരീഷ് ഓടിച്ചോണ്ടുപോയ വണ്ടിയും എന്നെ കടത്തിക്കൊണ്ടുപോയ വണ്ടിയും കൂടി ഇടിച്ച് ആക്സിഡന്റ് ആയി. ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നത് സുഭാഷേട്ടനും ഹരീഷും നികേഷും കണ്ടു. പിന്നെ റൗഡികളുമായി പോരിങ്ങ അടിയായിരുന്നു. അടിച്ചു പറപ്പിച്ചവരെ. ഇതെല്ലാം കേട്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, ആരാ സുധീഷ് ഇത്രയ്ക്ക് മോശമായി സുധീഷിനോട് പെരുമാറിയത്? ആരാണെന്നാ ഞാനൊന്നും അറിയട്ടെ, അവനെ ഞാൻ വെച്ചേക്കില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ നിധിയുടെ അച്ഛൻ എന്തിനാ അതിനൊക്കെ ബുദ്ധിമുട്ടുന്നത്? അതും ഞാൻ പറയാം. അങ്ങനെ ദേഷ്യത്തോടു കൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷെ തുറക്കെ വിളിക്കുകയാണ് സുധീഷ്. രാജീവിന്റെ കൊണ്ട് തല്ലി ചതച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് ഹരീഷ്. അത് കണ്ടു ഞെട്ടി ഭയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും അരുണും ഹേമയും. ആ ഗുണ്ടയെ അവരുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുകയാണ് ഹരീഷ്. അരുൺ ഓർക്കുന്നു അയാളോട് പറഞ്ഞത്. ഉടനെ അവനെ അവിടുന്ന് മാറ്റണം, ഞാൻ പറയുന്നിടത്തേക്ക് മാറ്റണം. തുടർന്ന് സുധീഷ് പറയുന്നു, ദേ ഇവനാ എന്നെ തട്ടിക്കൊണ്ടുപോയത്. ഒന്ന് മുതൽ രാജീവ് ചോദിക്കുന്നു, ഇവനാണോ സുധീഷ്? ഇവനാണോ നമ്മുടെ സ്വർണവും പണവും മോഷ്ടിച്ചത്? അങ്ങനെ അയാളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച രാജീവ് ചോദിക്കണം, ആരാടാ നീ ആരുടെ ആളാ? പറയടാ, സത്യം പറയടാ, പണവും സ്വർണവും ഒക്കെ എവിടെ? എന്തിനാ നീ എന്റെ മരുമകനെ തട്ടിക്കൊണ്ടുപോയത്? പറയടാ. ഇതെല്ലാം കണ്ട് അരുൺ മനസ്സിൽ പറയുകയാണ്, എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ ധൃതി പിടിക്കുകയാണല്ലോ. രാജീവ് പറയുന്നു, സുധീഷ് ഇവനെ എനിക്ക് വിട്ടു തന്നേര്, ഞാൻ അടിക്കുന്ന അടിയില് ഇവൻ സത്യം പറയും. പറയടാന്ന് പറഞ്ഞ് ആ ഗുണ്ടയുടെ കർണം പുകച്ച് അടിക്കുകയാണ് രാജീവ്. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സുഭാഷ്. രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷ് അങ്ങോട്ട് മാറി നിൽക്ക്, അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. സുഭാഷ് ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷ് എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇത് കണ്ട് നിധി സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും അരുണും. എന്താ സുഭാഷ് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ അവരെ രണ്ടുപേരെയും നിങ്ങളുടെ ഒപ്പം പറഞ്ഞു വിട്ടത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു. എല്ലാം മറന്ന് നിധിയുടെ അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ എന്ത് സ്നേഹത്തോടു കൂടിയാ സ്വീകരിച്ചത്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരു രാത്രി അവിടെ തങ്ങി, മകളെയും മരുമകനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിച്ചു പോയി. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ അവരെ നിങ്ങളുടെ ഒപ്പം പറഞ്ഞു വിട്ടത്? ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇയാള് സുധീഷേട്ടനെ കൊല്ലുമായിരുന്നു. ഇത് കേട്ട് നിധി ഞെട്ടി നിൽക്കുകയാണ്. രാജീവ് ടെൻഷനോട് കൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ നിങ്ങൾ പറയുന്നത്? സുധീഷിനെ കൊല്ലുമായിരുന്നോ? ഹരീഷ് എന്താ പറയുന്നത്? എന്താ സുഭാഷേട്ടൻ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛനാ ഇതിനെല്ലാം കാരണക്കാരൻ. ഏട്ടത്തിയുടെ അച്ഛനാ റൗഡികളെ വിട്ട് സ്വർണവും പണവും മോഷ്ടിപ്പിച്ചത്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അച്ഛനോ? അപ്പോൾ നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, സുധീഷ് ഏട്ടനെയും ഏട്ടത്തിയും തമ്മിൽ പിരിക്കാനും ഏട്ടത്തിയെ ഇവിടെ നിർത്താനും വേണ്ടിയാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ നാടകം കളിക്കുക. ആ ആക്സിഡന്റിൽ ഞങ്ങൾ സുധീഷ് ഏട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് സുധീഷ് ഏട്ടനെ ജീവനോടെ കാണില്ലായിരുന്നു. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ദേഷ്യത്തോടു കൂടി രാജീവിനോട് ചോദിക്കുന്നു, ഇവര് പറഞ്ഞതൊക്കെ സത്യമാണോ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? പറയച്ചാ. അവൾ രാജീവ് പറയുകയാണ്, നിധി അങ്ങനെയൊന്നും അല്ല, ഇവരെല്ലാവരും പറയുന്നത് കള്ളവാ. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പറ മോളെ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ സാറ് കാറിൽ വെച്ച് എന്നെ വെല്ലുവിളിച്ചത്? ഇത് കേട്ട് ഞെട്ടി നിധി സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ ഭയത്തോടു കൂടി നിൽക്കുകയാണ് രാജീവ്. നിധി ചോദിക്കുന്നു, വെല്ലുവിളിച്ചെന്നോ? സുധീഷ് ചോദിക്കുന്നു, പറയട്ടെ. അപ്പോൾ രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? നിങ്ങൾ പ്ലാൻ ചെയ്ത എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വഴി എന്റെ തലയിൽ വെച്ച് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, നിധി ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയാ ഇവൻ ഇതെല്ലാം പറയുന്നത്. ഇവനെ വിശ്വസിക്കരുത് നിധി അകത്തേക്ക് പോ, ഞാൻ ഇവരുടെ കാര്യം നോക്കിക്കോളാം. ഹേമേ ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. നിധി വളരെ ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്